ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഫിഷിങ് ചെയ്യാൻ വന്ന ഈ സ്ഥലത്ത് കേട്ടോ. അത്യാവശ്യം ലോങ് ഉണ്ട്, അങ്ങോട്ട് കുറേ നടന്നെത്താണ്ട്. കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. നല്ല കാറ്റാണ്, എന്തോ ഇങ്ങനെ നടന്നു പോകും. ജിദ്ദയിലെ കോർണേഷിലാട്ടോ, പാലത്തമ്മലാണ്. ഇവിടെ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗത്താട്ടോ ഫോർമുലൊക്കെ നടക്കുന്നത്, ആ വലിയ ബിൽഡിങ്ങൊക്കെ. നല്ല വെള്ളം ഇറക്കാട്ടോ, കര കാണുന്നതാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ നല്ല വെള്ളം ഉണ്ടായി, നല്ല തിരയില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ. ഉച്ച സമയമാണ്, ഏകദേശം 2:30. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരുത്ത പിടിച്ചപ്പോൾ പൊട്ടിയ അൾട്രാലൈറ്റ് ആട്ടോ. ചെറിയൊരു പണിയൊക്കെ എടുത്തുകൊണ്ട് സെറ്റ് ചെയ്തതാണ്. പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പം നല്ല ഇറക്കാണ്. അങ്ങനെ അടിക്ക് വെച്ചിട്ടാ ഇതിൽ ചൂണ്ടൽ സെറ്റ് ചെയ്യുക, അതാണ് അടുത്ത ലക്ഷ്യം. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. ഈ തിരുതക്ക് തത്തമ്മ ഫിഷിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാട്ടോ ഇത് സാമൂല്. നമ്മൾ ഇതിലാണ് പരീക്ഷണം നടത്തുന്നത്. പരീക്ഷണമല്ല, റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. പരീക്ഷണമൊക്കെ കുറേ മുന്നേ കഴിഞ്ഞാണ്. എല്ലാ ഭാഗത്തും കുറച്ച് ഇങ്ങനെ സ്പൈഡർ ഇത് എവിടെ നിന്ന് കടിച്ചാലും കുടുങ്ങുന്ന കോലത്തിലാണ് നമ്മൾ ചെറ്റ് വെച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ മുന്നേയും കുറേ ഇതുപോലെ നമ്മൾ കാണിച്ചാണ്. അതുകൊണ്ട് റിസൾട്ടും ഉണ്ട്, വിശ്വാസവും ഉണ്ട്. ഇവിടെ ഒരു ലോക്ക് ഇടണം കേട്ടോ, ഒരു ലോക്ക് കൂടി കൊടുക്കാം. യെസ്, ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ പെട്ടെന്ന് വരും കേട്ടോ. തിരുത്താം ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങാം. ഇങ്ങനെ നേരെ ഒഴിച്ച് ഇറക്കത്തേക്കാണ് കൊണ്ടുപോയി വിട്ട് കൊടുത്താൽ ഇവിടെ ഒരു കാക്ക ഇട്ടുകൊണ്ടിരിക്കണ്ട അയാൾ. നമ്മൾ നട്ടൊക്കെയാണ് തുടങ്ങണേ. ബിസ്മില്ല. അത് തെര അടിക്ക് വലുവാണ്. ഇപ്പോൾ ചെറുമീനൊക്കെ വരൽ തുടങ്ങി. അവിടെ കൊണ്ടുപോയാൽ റിസ്ക് കുറച്ചും കൂടി. അടിക്ക് പോകണില്ലല്ലോ. ഇപ്പോൾ കറക്റ്റ് ട്രാക്കില്ല. ഇനി ഇങ്ങനെ താഴത്തേക്ക് വലിച്ച് പോയിക്കോളും. ആ ചെറുമീൻ അടിക്കുമ്പോഴാണ് റിസ്ക്. ആ മൊത്തമായിട്ട് കുടഞ്ഞു പോവും. നമുക്ക് വലിയ മീൻ വരണം. ചെറിയ മാലാൻ്റെ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിക്കണമുണ്ട്. മണം കിട്ടിയാൽ വരുവേ. ഇനി ബാക്കി മീൻ കിട്ടിയിട്ട് കാണിക്കാം. ഒരു ചെറിയ മാലാൻ്റെ കുഞ്ഞിനെ കിട്ടി. അതിനെ കയറ്റിയൊക്കെ അല്ല, ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. നമുക്ക് അതിനെ ജീവനോടെ കാസ്റ്റ് ചെയ്തില്ല. അവിടെ ഏതെങ്കിലും വലിയ കാര്യപ്പെട്ട മീൻ അടിച്ചു പറിക്കാം. هذا صغير عربي. هذا صغير والله. ايوه كويسه. ممكن يوتو حي زي كذا كامل. നമ്മൾ വലിയ ചൂണ്ടമൽ ഈ ഫുഡ് റെഡിയാക്കി കേട്ടോ. തീറ്റ സെറ്റപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ലോങ് ഔട്ട്കട്ട് എറിയാൻ നിൽക്കണം. നോക്കാം. വലിയ ചൂണ്ടമ നമുക്ക് നമ്മൾ 2.5 ഇതിൻ്റെ സൈസായിട്ട് 2.5 ഇതിമേലെ നമ്പർ 2.5 നമ്പറിൻ്റെയാണ് നമ്മൾ ലോങ് കാസ്റ്റ് അത്യാവശ്യം പോയിക്കാം. ഓക്കെ, ചൂണ്ടൽ വലിയ ചൂണ്ടലാണ് ലോങ് കാസ്റ്റിന് വേണ്ടി. അവിടെ ഒരാളെടുത്ത് ക്യാമറ പിടിച്ചാൽ കൊടുക്കുന്നത്. ലോങ് കാസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലോങ് പോയിക്കണേ. ഈ നൂലൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയേക്കാൻ വന്നു. ഡ്രാഗ് പറ്റ ലൂസാക്കിയാണ് കേട്ടോ. ഡ്രാഗിൻ്റെ സൗണ്ട് അത്രയും ലൂസാക്കി. ചെറിയ ഇളക്കുണ്ടോ നമ്മൾ അവിടെ ഇട്ടോ കാസ്റ്റ് ചെയ്തിട്ടാണ്. ചൂട് ലോങ് പോവുകയാണെങ്കിൽ നല്ല സുഖേന്. അവിടെയും കുഴപ്പമൊന്നുമില്ല. ആ എൻഡ് വരെ എത്തുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം മീനുള്ള ഏരിയ. ആ കല്ലിനോടൊക്കെ ചാരികാണ്ടാണെങ്കിൽ നോക്കാം. വലിയ കാര്യം അവിടെ ഫുഡിൻ്റെ സ്മെല്ലെത്തുമ്പോൾ അവർക്കൊക്കെ മീൻ വരും. നമുക്ക് മറ്റേ ചൂണ്ടലൊന്ന് കാസ്റ്റ് ചെയ്ത് തുടങ്ങും. ഇറക്കം വെച്ചാണ്, അതുകൊണ്ട് താഴത്തേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. എന്തും സംഭവിക്കും. ഓക്കെ, അത് ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ മീനൊക്കെ വരട്ടെ. അങ്ങോട്ട് പോണ റിസ്ക്കാണ്. ചെറിയ മാലാൻ്റെ കുട്ടികൾ തന്നെ കേട്ടോ. കൂടി ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ ഈ കാസ്റ്റ് ചെയ്തിട്ട് ചൂണ്ടമല ഏറെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് നോക്കാം എന്താ അടിച്ചോന്നോ അറിയില്ല. ചിലപ്പോൾ എന്താ ചെറുമീൻ അടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏറെ പോയാ. കല്ലൊക്കെ ഉള്ള ഏരിയ ഒന്നുമില്ല. നമ്മളുടെ അവിടുത്തെ ഏര അങ്ങനെ പോകുന്നുണ്ട്. അതിന് ഊരി പോകുന്നു, എന്തോ സംഭവിച്ചു. ഇതിൽ അടുത്ത് കാസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അൾട്രാലൈറ്റ് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല തത്തമ്മ ഫിഷിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവാത്ത നല്ല കളർഫുള്ളായിട്ടുള്ള തത്തമ്മ ഫിഷ് ഉണ്ട് കേട്ടോ. 50ൻ്റെ ഇതാണ് ഗഡ്സാണ് ഉള്ളത്. നമ്മൾ അതിന് ഇട്ട് കൊടുത്തത് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. അടിക്കാണെങ്കിൽ പൊട്ടിച്ച് പോകാൻ സാധ്യതയുണ്ട്. വല്ല ചെറുമീനുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊന്തിക്കാൻ പറ്റുള്ളൂ എന്നല്ലാതെ എന്താ അറിയില്ല. നോക്കാം. കിട്ടുകയാണെങ്കിൽ ലക്കി. നല്ല കളർഫുള്ളായിട്ടുള്ള തത്തമ്മ ഫിഷ് ആട്ടുള്ളത് ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ 1.5 കിലോൻ്റെ മേലൊക്കെ ഉണ്ട്. നല്ലൊരു സൂപ്പർ തത്തമ്മ ഫിഷിന് കിട്ടി കേട്ടോ. എന്താ അവസ്ഥ അറിയില്ല. അടിച്ചിന് ഏതായാലും لو سمحت اقدر هذا خيط؟ تعال بس امسك خيط. بس بشويش على طول التله فوق. طب انتبه كويس.
അൽഹംദുലില്ലാ ശുക്രാൻ നല്ല സൈസുള്ളൊരു തത്തമ്മ ഫിഷ് നല്ല 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 ഉക്ക തിരുത ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ഇപ്പൊ കിട്ടിയത് തത്തമ്മ ഫിഷ് ആണെങ്കിലും അയച്ചിട്ട് കൊടുക്കാം ഡ്രാഗ് നല്ലോണം ലൂസാക്കണം നല്ലൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഫോർമുല നടന്നുകൊണ്ട് കിട്ടാം ഈ സമയത്ത് അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഓഫുമായിട്ട് എന്തോ ഒരു പ്രമോഷൻ്റെ ഒരു പരിപാടി കേട്ടോ നല്ല ലോങ്ങ് വരുന്നുണ്ട് 4 ഹെലികോപ്റ്റർ 2 വലിയ ഹെലികോപ്റ്റർ 2 ചെറിയ കുറേ ആൾക്കാർ ഇപ്പോൾ വന്ന് നോക്കണുണ്ട് നല്ല സൂപ്പറായിട്ട് കാണുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ കാഴ്ച കേട്ടോ മുന്നിൽ പോകുന്ന സൗദിൻ്റെ കൊടി പിന്നെ രണ്ടാമത്തത് ഫോർമുലൻ്റെ കൊടി എൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ തിരുതനെ കിട്ടിയിട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല ഉസാറ് തിരുത നീട്ടി എറിഞ്ഞിട്ടിട്ട് ലിക്വറില്ല ലാസ്റ്റ് കുബൂസാണ് شوف داين في سمك هذا خير شوف 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 مين أرشيتندو بس أنت أمسك أنا ما أدري راحت ولا هلا في بس صغير اوه صغير بس هذا كيف معلوم هذا سمكة يجي خير كيف معلوم زي كذا هذا فوق ايوه طلع 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 خلي انا امسك ما في خوف انا امسك ما شاء الله لا ما في فوق انتبه هذا خيط زياده تسلم ايوه ما شاء الله اول مرة يمسك سمكة كذا على طول يطعمون صغيره كويسه كويس ايوه ما شاء الله ما شاء الله مين അടിച്ചാണ് കേട്ടോ നോക്കാം ചെറുതാവുന്നുണ്ട് വലിയ ആക്ടിവിറ്റി ഒന്നുമില്ല മാഫിയ سامك صغير هذا ما في فائدة ارمي ارمي ഒരു കോലിമീൻ ما شاء الله ما شاء الله വെറുതെ കുബൂസിന്റെ നിലവാരം കളഞ്ഞു هذا اكل كذا خلي ليش لا هذا ما في خلي سيب جيب انا നമുക്ക് കിട്ടിയ മീനൊന്ന് കാണിച്ചേട്ടോ 2 ചെറുത് ഇതൊക്കെ ഇന്ന് കിട്ടിയ മീൻ തിരക്കടില്ല 1 റിയാലിൻ്റെ കുബൂസിന് ലാഭമാണ് 20 റിയാലിൻ്റെ മീനായി അപ്പം നമുക്ക് കിട്ടിയ മീനൊന്ന് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം കിട്ടിയത് ഇവിടെ തത്തമ്മ ഫിഷ് അത്യാവശ്യം സൈസ് ഉണ്ട് 1 അടിൻ്റെ ലെങ്ത്തുള്ള 1 അടിയുണ്ട് വാല് തൊട്ടുകൂടെ ഏകദേശം തത്തമ്മ ഫിഷ് പറഞ്ഞാൽ ഇതിൻ്റെ ചുണ്ടുണ്ടല്ലോ ഈ ഒരു ചുണ്ടിൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ടാണ് തത്തമ്മ ഫിഷ് ഏകദേശം തത്തമ്മൻ്റെ അതേ ഒരു ഷേപ്പ് ഉണ്ട് ഇതിന് പിന്നെ നമുക്ക് കിട്ടിയ തിരുത ഇതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ലേ അപ്പോഴത്തെ സാങ്കേതിക പ്രശ്നം കൊണ്ട് പിന്നെ ഈ രണ്ടെണ്ണത്തിൻ്റെ നമുക്ക് വീഡിയോ കിട്ടിയാണ് തിരക്കടില്ല അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം അതാണ് നല്ലത് പിന്നെ ഫിഷ് കട്ട് ചെയ്യാനുള്ള ഫുൾ ടൂൾസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് പരിപാടിയും കഴിയും മീൻ നാശാവില്ല മറ്റേതൊന്നായിട്ട് അരഞ്ഞൊക്കെ ആവും കത്തി മുറിച്ചില്ലാഞ്ഞാൽ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഉഷാറായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഫിഷ് കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ചിറകും ഈ മുകൾ ഭാഗത്തുള്ള ഈ അടിഭാഗത്തുള്ള ഈ ചിറകുകളാണ് ആദ്യം കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് തൊലി റിമൂവ് ആക്കും അപ്പോൾ അതൊക്കെ ഇനി കാണിച്ചു തരാം നമ്മളിപ്പോൾ എല്ലാ മീനിൻ്റെ ഇതും ചിളക്കും ഈ ചിറകൊക്കെ കട്ട് ചെയ്തിട്ടോ തിരുതൻ്റെതും ചെറിയ തിരുത കുട്ടികളതും ഈ തത്തമ്മ ഫിഷിൻ്റെ ഒക്കെ ഇനി ഈ ചെളുക്ക കളയണം അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഇനി കാണിച്ചാൽ അതിന് ഞാൻ ഈ വലിയ ഈ ഒരു ഇതെടുത്താണ് പക്ഷേ നല്ല പവറുള്ള മീനാണ്
ഇതാകുമ്പോൾ ഇറച്ചിമേൽ തട്ടൂല, നേരെ ഇതിൻ്റെ ഇത് മാത്രമേ പോരുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് പോകുന്നത്. പിന്നെ ഫ്രഷ് മീനായതുകൊണ്ട് വല്ലാതെ കംപ്ലൈൻറ്റും വരില്ല മീനിന്. അപ്പോൾ 2 വലിയ മീനും ക്ലീനാക്കി പറഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗവും വാൽഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉഷാറാക്കാനുള്ളൂ. കാര്യപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞു. നല്ല സൂപ്പർ. ഇനി ഇതിൻ്റെ മേലുള്ള ഈ കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ ഫുള്ളായിട്ട് പൊരിക്കണവർക്ക് ഇങ്ങനെയും പൊരിക്കാം. അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റിയുള്ള മീനൊക്കെ കട്ട് ചെയ്തിട്ട് അടഞ്ഞ് കാണിക്കാം. അങ്ങനെ നമുക്ക് ഫുള്ള് മീനും ക്ലീൻ ആക്കിയിട്ടോ. ഇതൊക്കെ ഞാൻ വട്ടത്തിലാട്ടോ കട്ട് ചെയ്തത്. ഇത് പൊരിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഈ പള്ള ഭാഗം ഉണ്ടല്ലോ, വയറിൻ്റെ ഭാഗം, അവിടെ കീറാതെ നിന്നാൽ മീൻ പൊടിഞ്ഞു പോകില്ല. അതൊരു നല്ലൊരു ഐഡിയ ആണ്. എപ്പോഴും മീൻ കട്ട് ചെയ്യുമ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്താൽ മതി. തിരുതയും അതുപോലെ തന്നെ നല്ല തത്തമ്മ ഫിഷൊക്കെ ഇതാകുമ്പോൾ മീൻ പൊടിഞ്ഞു പോകില്ല. പൊരിക്കുമ്പോഴും കറി വെക്കുമ്പോഴൊക്കെ റിങ്ങായി കണ്ട് തന്നെ നിന്നു. പൊട്ടി പോകുമ്പോഴാണ് ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മീൻ വെന്ത് കഴിയുമ്പോൾ അത് തിരിഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ആയി അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം നേരുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ.